ഹ്യൂമിക് ആസിഡ് ഒരു വളമല്ല, പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ ആണ് ഹ്യൂമിക് ആസിഡ്. അപ്പോൾ 25 ml ഞാൻ ഹ്യൂമിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഹ്യൂമിക് ആസിഡ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് വേനൽക്കാലത്താണ്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെല്ലാ തരം കൃഷിക്കും അതിൻ്റെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും മണ്ണ് ത്വരിതപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളും വെള്ളവും ഒക്കെ ചെടികൾക്ക് വലിച്ചെടുക്കാനും കൂടുതൽ പൂക്കാനും കായ്ക്കാനുള്ള പാകത്തിലാക്കാൻ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഹ്യൂമിക് ആസിഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറാണ് ഹ്യൂമിക് ആസിഡ്. അപ്പോൾ എന്താണ് ഹ്യൂമിക് ആസിഡ്, ഹ്യൂമിക് ആസിഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഹ്യൂമിക് ആസിഡ് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഹ്യൂമിക് ആസിഡ്. അപ്പോൾ ഹ്യൂമിക് ആസിഡ് നമുക്ക് ലിക്വിഡ് ആയിട്ടും കിട്ടും, അതുപോലെ തന്നെ പൗഡറായിട്ടും ഗ്രാനുലായിട്ടും നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ലിക്വിഡാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും എന്താണ് ഹ്യൂമിക് ആസിഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ ഉള്ള നമ്മളെ മണ്ണിൽ തന്നെ ഉള്ള ഒരു സാധനമാണ് ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞത്. ചില മണ്ണിൻ്റെ ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെടികളെ വളരെ ഗുണം ചെയ്യുന്ന ഒരു വളമല്ല ഹ്യൂമിക് ആസിഡ് കേട്ടോ. അത് ആദ്യം തന്നെ ഞാൻ പറയാം. ഹ്യൂമിക് ആസിഡ് ഒരു വളമല്ല, പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറാണ് ഹ്യൂമിക് ആസിഡ്. അപ്പോൾ നമ്മളെ മണ്ണിലൊക്കെ ഈ കരിയിലകളൊക്കെ പണ്ട് മുതലേ പറമ്പിലും അതേപോലെ കാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, കരിയിലകൾ നമ്മളെ ചെടികളെ വേസ്റ്റുകളൊക്കെ മണ്ണിലേക്ക് ഇടുന്നത്, അത് പിന്നീട് അലിഞ്ഞ് ഉണ്ടാവുന്ന ഒന്നാണ് ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് ചെടികളെ വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഹ്യൂമിക് ആസിഡ്. അപ്പോൾ പണ്ട് മുതലേ ഇങ്ങനെ നമ്മൾ പറമ്പിലൊക്കെ കരിയിലകളൊക്കെ കിടന്ന് ജീർണിച്ച് മണ്ണിൽ വളമായിട്ട് മാറിയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രളയം വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ നമ്മളെ ചെടികളും നമ്മളെ മണ്ണൊക്കെ നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു ശൈലിനെ കൊണ്ടും നമ്മളെ മണ്ണിൽ ഇപ്പോൾ ഹ്യൂമിക് ആസിഡിന്റെ അളവ് കുറവാണ്. അപ്പൊ ചെടികൾക്ക് അത് വേണ്ട രീതിയിൽ ഹ്യൂമിക് ആസിഡ് നമ്മൾ കിട്ടുന്നില്ല, നമ്മളെ മണ്ണിലായി കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഓർഗാനിക് ആയിട്ടുള്ള ഹ്യൂമിക് ആസിഡ് നമ്മൾ ചെടികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹ്യൂമിക് ആസിഡ് ഒരു വളമല്ല എന്നുള്ളത്. അപ്പൊ ഹ്യൂമിക് ആസിഡ് നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുത്താൽ എന്തൊക്കെ ഗുണങ്ങളാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ പ്രധാനമായിട്ടും ചെടിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമിക് ആസിഡ് കാര്യമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുണ്ടായാൽ നമ്മളെ മണ്ണിനെ ത്വരിതപ്പെടുത്തും ഒന്നാമത്. രണ്ടാമത്തെ നമ്മളെ ചെടികളെ വേരുകളെ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് ഹ്യൂമിക് ആസിഡ്. അപ്പോൾ പുതിയ വേരുകൾ, ഒരുപാട് വേരുകൾ മുളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ള വേരുകളാണ് വളങ്ങളും അതേപോലെ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നത്, ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ള വേരുകൾ കൂടുതലായിട്ട് വരാനും ഒക്കെ നമ്മൾ ഹ്യൂമിക് ആസിഡ് മണ്ണിൽ കൊടുക്കുന്നതിലൂടെ സാധിക്കും. അങ്ങനെ വരുമ്പോൾ പ്ലാന്റിന്റെ ഗ്രോത്ത് ത്വരിതപ്പെടുത്താൻ അതേപോലെ തന്നെ വേരുകളുടെ വളർച്ച ത്വരിതപ്പെടുത്താനൊക്കെ നമുക്ക് സാധിക്കും. അതിലൂടെ തന്നെ കൂടുതൽ ശിഖരങ്ങളൊക്കെ വർദ്ധിക്കും. അപ്പോൾ ഈ കൂടുതൽ ശിഖരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ കൂടുതൽ പൂവിടാനുള്ള ശേഷി, അതേപോലെ തന്നെ കൂടുതൽ കായ് പിടിക്കാനുള്ള ശേഷിയൊക്കെ വർദ്ധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമിക് ആസിഡ് മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുതിയ വേരുകൾ ഒരുപാട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ പുതിയ വേരുകൾ ഒരുപാട് ഉണ്ടാകുന്നതിലൂടെ നമ്മളെ മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ സഹായമാകുന്നുണ്ട് നമ്മൾ ഹ്യൂമിക് ആസിഡ് മണ്ണിൽ കൊടുക്കുന്നതിലൂടെ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലോ ചെടികളിലെ വേരുകൾ നല്ല രീതിയിൽ വരാനും വേര് വളർച്ചയ്ക്കൊക്കെ ഫോസ്ഫറസ് കണ്ടന്റ് നിർബന്ധമാണ്. അപ്പോൾ നമ്മളെ മണ്ണിൽ അത് ഫോസ്ഫേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഫോസ്ഫേറ്റിനെ ഫോസ്ഫറസ് കണ്ടന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടും, അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം മണ്ണിൽ നമ്മൾ പ്ലാന്റ് വെച്ചാൽ പ്ലാന്റ് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ pH ലെവൽ നമുക്ക് 6.5 7.5 ഇടയിൽ വരണം എന്നുള്ളത്. അപ്പൊ ഈ ലെവലിൽ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ മണ്ണിൽ അസിഡിറ്റി ഉണ്ടാവും, അത് ചില പുളിരസം ഉണ്ടാവും. അതേപോലെ ഈ pH ലെവലിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പൊ ഇതേ ലെവലിൽ തന്നെ സ്ഥിരപ്പെടുത്തി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമിക് ആസിഡ് മണ്ണിൽ ഒഴിച്ചു കൊടുത്താൽ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ജൈവ രീതിയിലുള്ള ഈ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടർ നമ്മൾ ഹ്യൂമിക് ആസിഡ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് മറ്റൊരു ലാഭം കൂടിയുണ്ട്. കാരണം അമിതമായിട്ട് നമ്മൾ വളങ്ങൾ ചെടികൾക്ക് കൊടുക്കേണ്ടതില്ല. കാരണം കൂടുതൽ പൈസ ചിലവാക്കി നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതില്ല. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾക്ക് പൂർണ്ണമായിട്ടും വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അല്ലാത്ത പക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിങ്ങനെ വളങ്ങൾ ഇട്ട് കൊടുക്കും, വളങ്ങൾ ഇട്ട് കൊടുത്താൽ കാര്യമായിട്ട് ചെടിയിൽ കാണൂല, അതിൻ്റെ വളർച്ച ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വളങ്ങൾ വാങ്ങി ഇട്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഹ്യൂമിക് ആസിഡ് നമ്മൾ ചെടികളെ ചുവട്ടിലോ അതേപോലെ തന്നെ ചെടികളെ ഇലകളിലോ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് വളം ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജൈവവളമാണെങ്കിലും രാസവളമാണെങ്കിലും നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കറക്റ്റ് ആ ടൈമിൽ മാത്രം നമ്മൾ അടിവളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അത് പൂർണ്ണമായിട്ടും ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഹ്യൂമിക് ആസിഡ് നമ്മൾ എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഹ്യൂമിക് ആസിഡ് പല കമ്പനീൻ്റെ ഉണ്ടാവും കേട്ടോ.
ഹുമിക് സ്റ്റാർ, ഹുമിക് പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കമ്പനീൻ്റെ ഉണ്ടാവും. അതേപോലെ ഹുമിക് ആസിഡ്, അതേപോലെ ഫൾവിക് ആസിഡ് ഒക്കെ മിക്സ് ആയിട്ട് വരുന്നതും ഉണ്ടാവും. അപ്പോൾ അതേപോലെ പൗഡർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൗഡർ രൂപത്തിലുണ്ടാവും, ഗ്രാനൽ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഗ്രാം ചെടികളെ ചുവട്ടിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. പൗഡർ രൂപത്തിലാണെന്നുണ്ടെങ്കിലും 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നവരുണ്ട്, 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഇപ്പൊ ലിക്വിഡ് തന്നെ നമ്മൾ ചുവട്ടിൽ ചിലർ കൊടുക്കുന്നത് രീതിയാണ് ഞാൻ പറയുന്നത്. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ 10 ml 1 ലിറ്റർ എന്നുള്ള രൂപത്തിൽ എടുക്കുന്നവരുണ്ട്. അതേപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിലും എടുക്കുന്നവരുണ്ട്. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് ഇലകളിൽ സ്പ്രേ ചെയ്യാനും അതേപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനും 5 ml 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിലാണ് ഞാൻ എടുക്കാറ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും അത് ഏത് രീതിയിലും നിങ്ങൾക്ക് എടുക്കാം. പല കർഷകരും പല രീതിയിലാണ് എടുക്കുക. 10 ml എടുക്കുന്നവരുണ്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ, 5 ml എടുക്കുന്നവരുണ്ട്. അപ്പൊ നമുക്കിത് 5 ml, ഞാനിവിടെ 5 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ 25 ml ആണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ 25 ml ഞാൻ ഹ്യൂമിക് ആസിഡ് എടുത്തിട്ടുണ്ട്, അത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നല്ല ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു കളറിലായിട്ടേ വരിക, നമ്മള് നീലം കലിക്കിയ പോലത്തെ ഒരു കളറാണ്, ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളറിലാണ് ഇത് വരിക കേട്ടോ. അത് കലക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികളെ ചുവട്ടിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെ സാധാരണ നനയ്ക്കുന്ന പോലെ ഓവറായിട്ട് നമുക്കിത് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണ്ട, അത്യാവശ്യം കുറച്ചൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം മറ്റു വളങ്ങളൊക്കെ നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ നമ്മളൊരു ജഗ്ഗൊക്കെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഹ്യൂമിക് ആസിഡ് നമ്മൾ അത്രക്കൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഒന്ന് ഈർപ്പം നിലനിൽക്കുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മളെ മണ്ണിൽ ഈർപ്പം നിലനിൽക്കണം കേട്ടോ, അത് നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഹ്യൂമിക് ആസിഡ് എപ്പോഴൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അടിവളം കൊടുക്കുമല്ലോ, ഇപ്പോൾ വർഷത്തിൽ ഇപ്പോൾ നമ്മളൊരു മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു 4 തവണയെങ്കിലും നമ്മൾ അടിവളം കൊടുക്കും. അപ്പോൾ ഈ അടിവളം കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്കിത് ഹ്യൂമിക് ആസിഡ് ഒഴിച്ചു കൊടുക്കാം. ഈ 2 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് മണ്ണിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ എപ്പോഴാണോ അടിവളം കൊടുക്കുന്നത് ആ ഒരു ടൈമിൽ നമുക്കിത് ഹ്യൂമിക് ആസിഡ് കലക്കിയിട്ട് നമ്മൾ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി മാസത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മളെ ഇലകളിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഹ്യൂമിക് ആസിഡ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് വേനൽക്കാലത്താണ് കേട്ടോ. അപ്പോൾ വേനൽക്കാലത്താണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. മഴക്കാലത്ത് ഹ്യൂമിക് ആസിഡ് കൂടുതലായിട്ട് കൊടുക്കുന്നത് നല്ലതല്ല, കാരണം മൂട് ചെയ്യാനും അതേപോലെ വേര് ചെയ്യാനും ഒക്കെ കാരണമാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹ്യൂമിക് ആസിഡ് എല്ലാതരം കൃഷിക്കും ഉപയോഗിക്കട്ടോ. ഇപ്പോൾ പൂന്തോട്ടം ഒരുക്കുന്നവരാണെന്നുണ്ടെങ്കിലും പച്ചക്കറി കൃഷി ആണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റ് ഏത് തരം കൃഷിക്കും നമുക്ക് ഹ്യൂമിക് ആസിഡ് മണ്ണിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഹ്യൂമിക് ആസിഡ് നമ്മൾ ഒഴിച്ചിട്ട് വളം ഇടാൻ വേണ്ടിയിട്ട് കൂടുതൽ കാലം അല്ല കൂടുതൽ ദിവസം നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഹ്യൂമിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പൊ കൃഷിക്ക് വളരെ ഗുണം ചെയ്യുന്ന ജൈവ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറായ ഹ്യൂമിക് ആസിഡ് എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യുന്ന എല്ലാവരും ഉപയോഗിക്കണം, നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്